അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ് മുഹമ്മദ്. ആ മുഹമ്മദ് എന്ന് പറയുന്ന പേരിന് പോലും വല്ലാത്ത മഹത്വമാണ്. എവിടെ നിന്നാടോ മുഹമ്മദ് എന്ന് പറയുന്ന പേര് വന്നത്? ആദരിക്കുന്നുണ്ടല്ലോ, ബഹുമാനിക്കുന്നുണ്ടല്ലോ. ആ മുഹമ്മദ് എന്ന പേരിന് നമ്മൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ. എവിടെ നിന്നാണ് മുഹമ്മദ് വന്നത്? ലോകത്ത് ഒരാൾക്കും മുഹമ്മദ് എന്ന പേരില്ലായിരുന്നു, ഒരാളും അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ നബി തങ്ങളുടെ ഉമ്മയായ ഫാത്തിമ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായിരുന്നപ്പോ അല്ലാഹു ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്ത പേരാ, അബൂ താലിബിന് അറിയിച്ചു കൊടുത്ത പേരാണ് മുഹമ്മദ് എന്ന് പറയുന്ന പേര്. അതുകൊണ്ടാണ് നബി തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേരിട്ടപ്പോ എല്ലാവരും ചോദിച്ചു, ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു പേര് ഇന്നുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, എവിടെ നിന്നാണ് ഈ പേര് കിട്ടിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നതാണെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മഹ്മൂദ് എന്ന് പറയുന്ന പേരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പേരാണ് മഹ്മൂദ്. ആ മഹ്മൂദിൽ നിന്ന് അടർത്തി കൊടുത്ത പേരാണ് മുഹമ്മദ്. രണ്ടിനും ഒരേ ഒരർത്ഥമാണ്. മുഹമ്മദിനും മഹ്മൂദിനും ഒരേ അർത്ഥമാണ്. അല്ലാഹുവിന്റെ പേരിൽ നിന്ന് അടർത്തി കൊടുത്തതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മക്കൾക്ക് മുഹമ്മദ് എന്ന പേരിടണേ, ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേരിടണേ. ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ എന്നോടുള്ള സ്നേഹം കാരണം, നബിതങ്ങളോടുള്ള സ്നേഹം കാരണം ആരെങ്കിലും മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാ അവര് നാളെ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുഹമ്മദ് എന്ന് പറയുന്ന പേര് പോലും മഹത്വമുള്ളതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്നാ. മുഹമ്മദ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. മുഹമ്മദ് എന്ന് പറയുന്ന പേര് എല്ലാം പഴയതാ, പുതിയതിനൊന്നും അങ്ങനത്തെ പേര് കാണില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ മക്കൾക്കൊക്കെ മുഹമ്മദ് എന്ന് പേരിടണം, ഫാത്തിമ എന്ന് പെൺകുട്ടികൾക്ക് പേരിടണം. ആരാപ്പയിട? നേരത്തെ മുഹമ്മദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോ മുഹമ്മദിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുത്തു. ഇപ്പൊ പിന്നെ മുഹമ്മദ് തന്നെ ഇല്ല. ഇപ്പൊ എല്ലാം വെറൈറ്റിയുടെ കാലമാണ്. ഒരുത്തം പറഞ്ഞു, ഉസ്താദേ എന്റെ മകൾ ഇപ്പൊ ഫാത്തിമ എന്ന പെൺകുട്ടികൾക്ക് പേരിടുന്ന എത്ര പേരുണ്ട്? ഫാത്തിമ എന്ന് പറയുന്ന പേര് എല്ലാരും വെറൈറ്റിയുടെ പുറകില. എന്റെ കൂടെ നടക്കുന്ന സുൽഫി, അവന്റെ ഭാര്യ ഗർഭിണിയാ. ഇന്ന് വണ്ടി വന്നപ്പോ അവന് ഒരു പേര് പറഞ്ഞു. എന്ത് പേരാ? എല്ലാരും വെറൈറ്റിയുടെ പുറകില. അല്ലാഹു എന്റെ ഭാര്യക്ക് സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, വെറൈറ്റിയുടെ പുറകില എല്ലാവരും. ഞാൻ ഒരിക്കൽ ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ മകൾക്ക് വെറൈറ്റി പേരാ, എന്റെ മകൾക്ക് വെറൈറ്റി പേരാ. ഉസ്താദ് ഇന്ന് വരെ അങ്ങനെ ആർക്കും പേരിട്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് കേൾക്കാൻ ഒരു അത്ഭുതം തോന്നി. ഞാൻ ചോദിച്ചു, എന്താ പേര്? ഫാത്തിമ നിഫാസ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു വാപ്പ തന്റെ മകൾക്ക് ഇട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞ നബി തങ്ങളുടെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തം. അടുത്ത ഹൈലെന്നും കൂടെ ഇട്ടാൽ മതിയായിരുന്നു. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. വളരെ മോശം. പേരിന്റെ അർത്ഥമൊന്നും ഫേസ്ബുക്കിൽ കയറിയാ നോക്കുന്ന അർത്ഥം. ഉസ്താദന്മാരോടൊന്നും ചോദിക്കത്തില്ല, ആലിമീങ്ങളോടൊന്നും ചോദിക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഫേസ്ബുക്കിൽ കയറിയിട്ട് രാജകുമാരൻ, രാജകുമാരി ഇങ്ങനെയുള്ള പേരുകൾ അങ്ങ് കണ്ടെത്തിയിരിക്കല്ല. ഒരു വാപ്പാടെ കടമയാ ചങ്ങാതി മക്കൾക്ക് നല്ല പേരിടൽ. ഇല്ലെങ്കിൽ അല്ല വെറുതെ വിടത്തില്ല നിന്നെ ഒന്നും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കൾക്ക് തിന്നാൻ കൊടുക്കൽ മാത്രമല്ല വാപ്പയുടെ ജോലി. ഉമർ തങ്ങളുടെ മുമ്പില് ഒരു മകനെയും കൊണ്ടുവന്ന് വാപ്പ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇവൻ പറഞ്ഞ അനുസരിക്കുന്നില്ല തങ്ങളെ, ഇവനെ ഉപദേശിച്ച് നന്നാക്ക്. ഒരു പയ്യനെ കൊണ്ടുവന്ന് ഉമർ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇവനെ ഉപദേശിച്ച് നേരെയാക്കണം, ഇവനെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല, ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ ആ കുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടില സ്വർഗം കിടക്കുന്നത്, നിന്റെ വാപ്പ സ്വർഗത്തിന്റെ വാതല, നീ ബഹുമാനിക്കണം, ആദരിക്കണം. ഉമർ തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഈ കുട്ടി എല്ലാം കേട്ടു, മിണ്ടാകുന്നുണ്ട്, എല്ലാം കേട്ടു. അവസാനം ഉപദേശമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ തയ്യാറായപ്പോ ഈ കുട്ടി ഉമർ തങ്ങളോട് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട് തങ്ങളെ, എനിക്കൊരു സംശയമുണ്ട് തങ്ങളെ. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താ മോനെ? അല്ല, ഇത്രയും നേരം എനിക്ക് എന്റെ വാപ്പാനോടുള്ള കടമകളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് എന്റെ ഉപ്പയോടുള്ള കടമകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തന്നു. എന്ന എന്റെ വാപ്പായ്ക്ക് എന്നോട് വല്ല കടമയുണ്ടോ? തിരിച്ച്
ഉമർ തങ്ങളുടെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടാകും ആ കുട്ടിയുടെ ചോദ്യം കേട്ടിട്ട്. അനുസരണയില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന മകനെ ചേർത്ത് പിടിച്ചിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിനക്ക് കടമയുള്ളതുപോലെ വാപ്പായ്ക്കും കടമയുണ്ട്. ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോട് കടമയുണ്ട്. അവിടെ നിന്ന് നബി തങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, ഒരു വാപ്പയുടെ കടമയാണ് മക്കൾക്ക് നല്ല പേരിടലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയുടെ ബാധ്യതയാ, ഉമ്മയുടെ അല്ല. ഗർഭിണിയായിരിക്കുമ്പോൾ ഓള് യൂട്യൂബിൽ കയറിയിട്ട് പേര് കണ്ടുവച്ചേക്ക്, അത് വേറെ. എന്റെ ഉമ്മയുടെ പേരിന്റെ ആദ്യാക്ഷരം വേണം, എന്റെ വാപ്പാടെ ആദ്യാക്ഷരം വേണം എന്ന് പറഞ്ഞ് ഏച്ചു കെട്ടിയ മുടച്ചിരിക്കും. എടോ, മക്കൾക്ക് പേരിടേണ്ടത് വാപ്പയാ, അത് വാപ്പയുടെ ബാധ്യതയാ. അർത്ഥമുള്ള പേരിടണം. ഉമർ തങ്ങൾ ചോദിച്ചു, നിന്റെ പേരെന്താണ്? ആ കുട്ടി പറഞ്ഞു, ഇവിടെ എന്താ പറയാ ഉസ്താദേ? ഞങ്ങളുടെ നാട്ടിൽ കരിവണ്ടെന്ന് പറയും, ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഒരു വാപ്പ തന്റെ മകനിട്ടിരിക്കുന്ന പേര് കരിവണ്ടെന്നായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പേര്? കരിവണ്ട്. ചിരി വരുന്നുണ്ടല്ലേ? നിന്റെ മോന്റെ പേരെന്താ വാപ്പ? നിന്റെ മക്കളുടെ പേരെന്താ? അർത്ഥം എന്താ ആലോചിച്ചിട്ടുണ്ടോ? അടുത്ത് ഒരു ചങ്ങാതി 11 വർഷത്തിന് ശേഷം അള്ളാഹു മക്കളെ കൊടുത്ത്, കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അള്ളാഹു ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തപ്പോ ഇട്ട പേര് മെസ്സി എന്നായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വേറൊരു ചങ്ങാതി തനിക്ക് അള്ളാഹു കൊടുത്ത മകനിട്ട പേര് മുഹമ്മദ് സുധാകരൻ എന്നായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്ക്. ഓൻ സുധാകരനോടുള്ള സ്നേഹം കാരണം ആ സുധാകരൻ എന്ന് പേരിട്ടെ, എങ്കിലും അവൻ മുഹമ്മദ് എന്നിട്ടല്ലോ. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മക്കൾക്ക് മുഹമ്മദ് എന്ന് പറയുന്ന പേരിന് പോലും മഹത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വമുണ്ടോ? സംസം വെള്ളം വല്ലാത്ത മഹത്വമുള്ളതാണ്. നമ്മളൊക്കെ വന്ന് കുടിക്കാൻ കുതിക്കുന്നവരാണ്. പടച്ചറപ്പേ, മക്കത്ത് ചെന്ന് മതി വരുവോളം സംസം വെള്ളം സ്വന്തം കൈകൊണ്ടെടുത്ത് കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ അനുയായികൾ വന്നു പറഞ്ഞു, വല്ലാത്ത ദാഹമാണ്, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, മൂസാ, നിന്റെ കയ്യിലിരിക്കുന്ന കല്ലുകൊണ്ട് നീ ആ പാറയിലേക്ക് അടിക്ക്. മൂസാ നബി പാറയിലടിക്കുകയാണ്. പടച്ചവനെ, പാറ പൊട്ടികെട്ട് കുടിക്കാനുള്ള വെള്ളം വരികയാണ്. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു അടിക്കാൻ. അടിച്ചപ്പോഴാണ് വെള്ളം കിട്ടിയതെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട്, വെള്ളമില്ല നബിയേ, യുദ്ധം കഴിഞ്ഞു വരികയാണ്, കുടിക്കാൻ വെള്ളമില്ല. നബി തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? അതാ പാത്രത്തിനകത്തേക്ക് കൈയിടുകയാണ്. അല്ലാഹു ഇടാൻ പറഞ്ഞില്ല, നബി തങ്ങൾ ഇട്ടടോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കൈയിട്ടപ്പോ കൈയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വരികയാണ്. സ്വഹാബത്ത് കോരി കുടിക്കുകയാണ്. അവരവരുടെ സഞ്ചികളിൽ നിറയ്ക്കുകയാണ്. മതി വരുവോളം അല്ലാഹു അവർക്ക് വെള്ളം കൊടുത്തെന്ന ചരിത്രം പറയുമ്പോ, പടച്ചവനെ, സംസം വെള്ളം വന്നത് എവിടെ നിന്നാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം പടച്ചവനെ ദാഹം സഹിക്കാൻ കഴിയാതെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് സംസം വെള്ളം വന്നത്. എന്നാൽ ആ ഇസ്മായിൽ നബിയുടെയും പ്രവാചകനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വന്ന വെള്ളമുണ്ടല്ലോ, അതിന് ഈ സംസത്തിനെക്കാളും മഹത്വമുണ്ടെന്ന ചരിത്രം പറയുകയാ. അതുകൊണ്ട് നബി തങ്ങളെ കുറിച്ച് പഠിക്കണേ. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പഠിച്ചു വെക്ക്. ഇനിയെങ്കിലും ആരെങ്കിലും ചോദിച്ചാലെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് വേണം പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ നബി തങ്ങളെ കുറിച്ച് പഠിക്കണം. ആരാണ് നബി തങ്ങളെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു വരുമ്പോ ആയിഷ ബീവി നബി തങ്ങളുടെ കയ്യിൽ പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് വീടിനകത്ത് കയറ്റി കഴിക്കാൻ ഭക്ഷണം കൊടുത്തു.
കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടില് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തല വെച്ച് കിടക്കുകയാ. നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി നബി തങ്ങളുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയതാ നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ എന്നോട് സ്നേഹമുണ്ടോ നബിയേ, എന്നെ ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. ആയിഷ ബീവി പറയുന്നു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, അതുപോലെ നബിയേ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. പോരെ നബിയേ, ഇപ്പോ ഇവിടെ ഇരുന്ന് ദുആ ചെയ്യണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാശി പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ ആയിഷ ബീവി കിടക്കുമ്പോ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഗുഫിർ ലി ആയിഷ, ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്പരമായി ചെയ്തതും ജീവിതത്തിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നബി തങ്ങൾ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ ആയിഷ ബീവി ചിരിക്കുകയാ. ആയിഷ ബീവി ചിരിക്കുകയാ. പടച്ചവനെ ചിരിച്ച് ചിരിച്ച് നബി തങ്ങളുടെ മടിയിൽ കിടന്ന ആയിഷ ബീവി അവിടുന്ന് ചിരിച്ച് താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ രംഗം കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, ആയിഷ നിനക്ക് സന്തോഷമായോ ആയിഷ? പടച്ചവനെ ആയിഷ ബീവി പറയുന്നു, ഇതിനെക്കാളും എനിക്ക് എന്തേ വേണ്ടത്? എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, എന്റെ പാപം പൊറുക്കാൻ ദുആ ചെയ്തല്ലോ എന്ന് ആയിഷ ബീവി വളരെ അത്ഭുതത്തോടു കൂടി നബി തങ്ങളോട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു ആയിഷ. ഓഡിറ്റോറിയത്തിനകത്ത് ഒരുമിച്ച് കൂടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യുകയാ. ഒരു ദിവസം 5 പ്രാവശ്യം നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ മരിക്കുന്നത് വരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ അവസാനം കടന്നു വരുന്ന മുസ്ലിമിന് വേണ്ടിയും നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്തൊരു സ്നേഹമായിരുന്നടോ. നബി തങ്ങളെ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നടോ, നമ്മളെ വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ. തിരിച്ചാ സ്നേഹമുണ്ടോ വാപ്പാ? എനിക്കും നിങ്ങൾക്കും ആ പ്രവാചകനോട് തിരിച്ചാ സ്നേഹമുണ്ടോ? പടച്ചവനേ, നബി തങ്ങൾ ആരാ സ്നേഹിച്ചാ തിരിച്ച് സ്നേഹിക്കുന്ന നബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആര് സ്നേഹിച്ചാലും നബി തങ്ങൾ തിരിച്ച് സ്നേഹിക്കുമടോ. അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിക്കുമടോ. അതിനൊരുപാട് തെളിവുകളുണ്ടടോ. മഹാനായ തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ട്. നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. തൽഹക്ക് നബിയെ വല്ലാത്ത ഇഷ്ടമാ. നബി തങ്ങൾക്കും തൽഹാനെ വല്ലാത്ത ഇഷ്ടമാ. പള്ളിയിൽ കാണാതെ വന്നപ്പോ നിസ്കരിക്കാൻ പള്ളിയിൽ കാണാതെ വന്നപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ എന്റെ തൽഹയെ കാണുന്നില്ലല്ലോ, എന്റെ തൽഹയ്ക്ക് എന്തു പറ്റി സ്വഹാബ? യാ റസൂലല്ലാഹ്, മുത്തി നബിയേ രോഗം പിടിച്ച
പിടിച്ച് മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ. അല്ലാഹുവേ, രോഗം പിടിച്ച് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കാണാൻ പോകുകയാണ്. ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തൽഹത്ത് ബിൻ ബറാ എന്ന് പറയുന്ന നബി തങ്ങളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെല്ലുമ്പോ തൽഹ ബോധമില്ലാതെ കിടക്കുകയാ. ഒരു മാരകമായ രോഗമാ, ബോധമില്ലാതെ കിടക്കുകയാ. നബി തങ്ങൾ അടുത്തു പോയിരുന്നു. ഒരുപാട് സമയമായിട്ടും നബി തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. കുടുംബക്കാര് പറയുന്നു, നബിയേ, ബോധം വരാൻ ഒരുപാട് താമസമാ നബിയേ. നബി തങ്ങൾ ദുആ ചെയ്തു. തൽഹത്ത് ബിൻ ബറാഇന്റെ ചാരത്തിരുന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് പറയുന്നു, സ്വഹാബാ, എന്റെ തൽഹ മരിച്ചാൽ എന്നെ അറിയിക്കണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തൽഹത്ത് ബിൻ ബറാഅ മരിച്ചാൽ എന്നോട് നിങ്ങൾ പറയണം. നബി തങ്ങൾ പറഞ്ഞിട്ട് പോവുകയാ. പടച്ചവനെ, തൽഹയ്ക്ക് ബോധം വന്നു. കുടുംബക്കാര് പറഞ്ഞു, തൽഹ, നബി തങ്ങൾ നിന്നെ കാണാൻ വന്നിരുന്നു. ഒരുപാട് സമയം ഇരുന്നു, നിനക്ക് വേണ്ടി ദുആ ചെയ്തു. തൽഹ ചോദിച്ചു, എന്തു പറഞ്ഞു? നബി തങ്ങൾ എന്തു പറഞ്ഞു? നീ മരിച്ചാ നബി തങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. നീ മരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് അറിയിക്കണമെന്ന് പറഞ്ഞു. തൽഹത്ത് ബിൻ ബറാഅ എന്ന് പറയുന്ന സഹാബി പറയുകയാ, ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ നബി തങ്ങളോട് പറയണം. ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയരുത്, നബി തങ്ങളെ അറിയിക്കരുത്. കുടുംബക്കാര് ചോദിക്കുന്നു, തൽഹ, എത്ര വലിയ ഭാഗ്യവാ, എത്ര വലിയ ഭാഗ്യവാ. നബി തങ്ങൾ വരുന്നതും ദുആ ചെയ്യുന്നതും നിസ്കരിക്കുന്നതും വല്ലാത്ത ഒരു ഭാഗ്യമല്ലേ. എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? തൽഹ പറയുകയാ, ഞാൻ മരിച്ചാ നബി തങ്ങൾ വരുമെന്ന് എനിക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പായിട്ടും വരും സ്വഹാബാ. പിന്നെ എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്? രാത്രി നബി തങ്ങൾ എന്നെ കാണാൻ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചാലോ, ആരെങ്കിലും നബി തങ്ങളെ ഉപദ്രവിച്ചാലോ, നബി തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലെ എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നബി തങ്ങളെ അറിയിക്കല്ലേ. രാത്രിയിലാണ് മരണപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മസ്ജിദുൻ നബവിയിൽ വെച്ച് കുടുംബക്കാരെ കണ്ടപ്പോ റസൂലുള്ളാഹി ചോദിക്കുകയാ, തൽഹത്ത് ബിൻ ബറാഇന് എങ്ങനെയുണ്ട്? യാ റസൂലല്ലാഹ്, മരിച്ചുപോയി നബിയേ, തൽഹ മരിച്ചുപോയി നബിയേ. പറയാതിരുന്നത്? അവസാനത്തെ വസിയ്യത്ത് പറയരുതെന്നായിരുന്നു. അങ്ങയോടുള്ള സ്നേഹം കാരണമാണ് നബിയേ. നബി തങ്ങൾ ചോദിക്കുന്നു, ഖബറെവിടെയാ? എന്റെ തൽഹയുടെ ഖബറെവിടെയാ? അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിന്റെ ചാരത്ത് കിടന്നു തന്നു. അവസാനം നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ. സ്വഹാബത്ത് കരയുകയാ. എന്തേ ദുആ ചെയ്തതെന്നറിയുമോ? ഇതുപോലെ ഒരു ദുആ വേറെ ആർക്കും കിട്ടിയിട്ടില്ലടോ. നബി തങ്ങൾ ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ പടച്ചവനെ, നബി തങ്ങൾ പെടുന്ന ദുആ ചെയ്യുകയാണ്. തൽഹത്ത് ബിൻ ബറാഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുന്നു. റബ്ബേ, നാളെ തൽഹ നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, നാളെ തൽഹത്ത് ബിൻ ബറാഅ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, പരലോകത്ത് കടന്നു വരുമ്പോ എന്റെ തൽഹയുടെ മുഖത്ത് പ്രകാശം കൊടുക്കണേ അല്ലാഹ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വേണം അല്ലാഹുവേ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വേണം തൽഹ നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ. നീയും അങ്ങനെയായിരിക്കണം പടച്ചവനെ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുമ്പോ
അല്ലാഹുവേ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കണ്ടുമുട്ടണേ അല്ലാ. വജൂഹു യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. اللهم طلحة بن براء وأنت يضحك إليه ويضحك إليك. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തടോ. ഇതാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ കൊടുത്താ തിരിച്ചു കിട്ടുന്നതാ നബി തങ്ങളോടുള്ള സ്നേഹം. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നബി തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ടു, നമ്മളെ കാണാൻ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ ബഖീൽ സിയാറത്തിന് പോയി. അവിടെ നിന്നുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, അല്ലാ എന്റെ അനുചരന്മാര്, എന്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത്? സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ നബിയേ, അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ നബിയേ? അല്ല സഹാബ, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, നിങ്ങൾ എന്റെ സഹാബികളാണ്. പിന്നെ ആരാ നബിയേ? അങ്ങയുടെ സഹോദരങ്ങൾ ആരാ നബിയേ? സഹാബ, നിങ്ങൾ എന്നെ കണ്ടവരാ, നിങ്ങൾ എന്നെ കണ്ടവരാണ്, നിങ്ങൾ എന്റെ കൂടെ നടന്നവരാണ്, എന്റെ സംസാരം കേട്ടവരാണ്, എന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്നവരാണ്, എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാ. ഓരോ ദിവസവും ഒരുപാട് പ്രാവശ്യം നിങ്ങൾ എന്നെ കണ്ടവരാ. നിങ്ങൾ കണ്ടട്ടാ സ്നേഹിച്ചത്, നിങ്ങൾ കണ്ടട്ടാ എന്നെ സ്നേഹിച്ചത്. എങ്കിലും സ്വഹാബ ഒരു വിഭാഗം വരും സ്വഹാബ, അവര് ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. അവർക്കറിയില്ല ഞാൻ എങ്ങനെയാണ്, നിങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന അറിവേ ഉള്ളൂ. അവര് ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല സഹാബ. എന്നാലും അവർക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ്. ജന്മം കൊടുത്ത പിതാവിനെക്കാൾ, നൊന്തു പ്രസവിച്ച മാതാവിനെക്കാൾ, രക്തത്തിൽ പിറന്ന മക്കളെക്കാൾ, അവന് സമ്പാദിച്ച സമ്പാദ്യത്തിനേക്കാൾ, എന്തിനാ അവന്റെ ജീവന്റെ ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരും സഹാബ. അവരാണ് എന്റെ സഹോദരങ്ങളെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടിട്ട് സ്നേഹിച്ചു, എന്റെ കൂടെ നടന്നു, എന്റെ കൂടെ നിസ്കരിച്ചു, എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാ ദിവസവും നിങ്ങൾ എന്നെ കാണുന്നു, നിങ്ങൾ സ്നേഹിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം വരും, അവരെന്നെ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ജീവന്റെ ജീവനക്കാൽ അവരെന്നെ സ്നേഹിക്കും. അവരാണ് എന്റെ സഹോദരങ്ങൾ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങളിൽ ചിലരെ നബിതങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഈ സദസ്സിലിരിക്കുന്ന ആണിലും പെണ്ണിലും നിങ്ങളിൽ ചിലരെ നബിതങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നിന്നെ അറിയാം, നിന്റെ പേരും അറിയാം, നിന്റെ വീടും അറിയാം, നിന്റെ ശബ്ദം അറിയാം. നബിതങ്ങൾക്ക് പരിചയമുള്ള ചില ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നബിതങ്ങൾക്ക് പരിചയമുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരിക്കുന്ന ചില അതിഥികൾ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഇരിക്കുന്നുണ്ട്. എല്ലാരും ഉണ്ടെന്ന് ഞാൻ പറയില്ല, ചിലരേ ഉള്ളൂ. അല്ലാഹു ആ ചിലരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ചിലര് ആരാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളം ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഈ സദസ്സിലിരിക്കുന്നതിൽ നബിതങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകന് പരിചയമുള്ള നബിതങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചില ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് 4 അടയാളമുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ പറയുന്ന 4 അടയാളം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് നബിതങ്ങളെ ഇഷ്ടമുള്ളതുപോലെ നബിതങ്ങൾക്കും നിന്നെ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്. നിന്നെ അറിയാൻ നബിതങ്ങൾക്ക്, നിന്റെ വീടറിയാം, നിന്റെ ശബ്ദം പോലും അറിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ പറയുന്ന 4 അടയാളം ഇല്ലെങ്കിൽ വെറുതെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. ബക്കറ്റ് എടുക്കാൻ സമയമായോ? എന്തായാലും കറക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബക്കറ്റ് വന്നു. അൽഹംദുലില്ലാ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്
പോക്കറ്റ് കൈയിട്ട് ഇട്ട് പൈസ എടുക്കാൻ പറഞ്ഞില്ലല്ലോ, ഇടാനേ പറഞ്ഞുള്ളൂ. ഈ ബക്കറ്റിന്റെ അകത്ത് നീ വല്ലത് ഇട്ടാ പ്രയോജനം ആർക്കാ? നിനക്കാണോ അല്ലാഹിക്കാണോ? അല്ലാഹിക്കല്ല, നമുക്കാ പ്രയോജനം. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ, എന്തെല്ലാം രോഗങ്ങൾ പടച്ചവൻ. ഇപ്പോ ഒരു ചെറിയ കുട്ടി അവന് 7ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഇവിടെ വന്ന് എന്റെ അടുത്ത് വന്ന് ഒരു കത്ത് തന്നിട്ട് പോയി. ബ്രെയിൻ ട്യൂമർ ഉസ്താദേ, എത്രയോ സർജറികൾ കഴിഞ്ഞ് വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരു കുട്ടിയെ സ്റ്റേജിൽ കയറി വന്നിട്ട് പോയത്. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകുമ്പോ മുസ്തഫ എന്ന് പറയുന്ന സഹോദരൻ പടച്ചവനെ പെട്ടെന്ന് സുഖമില്ലാതായി, നടക്കാൻ കഴിയാതെ വളരെ പ്രയാസത്തിലിരിക്കുന്നത് കണ്ടു. മുഹമ്മദ് എന്ന സഹോദരൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ നിമിഷം മതി സർവ്വതും തിരിയാൻ. ഒറ്റ നിമിഷം മതി. എല്ലാവർക്കും അറിയാം സദക്ക കൊടുത്താ രക്ഷപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവൻ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കാണാത്തവനെ പോലെ ഇരിക്കും. അത് അറിയാമെന്ന് ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, ഹദീസ് ഒന്നും അറിയണ്ട, എല്ലാവർക്കും അറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ഉദാഹരണം ഞാൻ പറയട്ടെ. ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി ബാത്റൂമിനകത്തേക്ക് കയറി തെറ്റിയടിച്ച് താഴെ വീണു. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ആര് വേണമെങ്കിലും വീഴും, അള്ളാഹു കാക്കുമാറാകട്ടെ. നിലവിളി കേട്ട് മക്കൾ ഓടി വന്നു, പൊക്കിയെടുത്തു. നേരെ അൽഹംദുലില്ലാഹ് ഇവിടെ എവിടെങ്കിലും കാണിച്ചു, നേരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു AC-ക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാൻ, ICU-വിനകത്ത് കയറ്റി കിടത്തി. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വെളിയിൽ വന്നിട്ട് പറഞ്ഞു സീരിയസ് ആണ്, ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, സർജറി ചെയ്യേണ്ടി വരും. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, നിങ്ങൾ പോയിട്ട് വരാം, ഞാൻ പോയി പൈസ റെഡിയാക്കിയിട്ട് വരാം. നാളെ രാവിലെ പള്ളിയിലെ ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ നിന്നെ മോൻ നിൽക്കുന്നുണ്ട്. ഉസ്താദ് ചോദിക്കും, എന്തേ മോനെ? ഉസ്താദെ, ഇന്നലെ രാത്രി വാപ്പ ബാത്റൂമിനകത്ത് വീണിട്ട് ഇപ്പൊ ICU-വിനകത്ത് കിടക്കുകയാ. ഉമ്മ തന്നു വിട്ടത് 500 രൂപ. ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. എന്താ പറഞ്ഞേ? ഉമ്മ തന്നു വിട്ടതാ ഉസ്താദെ, ഈ പൈസ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ദുആ ചെയ്യാൻ. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ഈ പെണ്ണുങ്ങളോടൊക്കെ പാവങ്ങൾക്ക്, യതീമീങ്ങൾക്കും, പള്ളികൾക്കും, മദ്രസകൾക്കും സ്വർണം കയറ്റിയിടും, കൊടുക്കൂല. ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ വന്നു, പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്യാൻസറിന്റെ ടെസ്റ്റിന് കൊടുത്തു. അപ്പൊ പള്ളിക്ക് മോതിരം, മാല. അപ്പൊ അറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ഈ ബക്കറ്റിന്റെ അകത്ത് വല്ലത് ഇട്ടാ വീഴുവോ? പറ, വീഴുവോ? ഇല്ല. വീണാലും നിനക്കൊന്നും പറ്റൂല. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പടച്ചവനോട് പറയണം, അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ, അറുത്തുമുറിക്കുന്ന രോഗങ്ങൾ, അല്ലാഹുവേ നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന ഒരു നല്ല നിയ്യത്തോടെ എല്ലാവരും ഒരു സദക്ക എടുത്തു കൊടുക്ക്. നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഈ ബക്കറ്റ് കളസിലൂടെ വേണം ഇതിന്റെയൊക്കെ ചെലവ് നടക്കാൻ. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കയ്യിലുള്ളതിൽ ഒരു നല്ല സ്വതക്ക സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم الله നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹുവേ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഈ സദക്ക ഇടുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ അടയാളം എന്താണ്? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമതാണ്, എല്ലാവരും നേരെ ഇരുന്നേപ്പാ, ഉറക്കം വരുന്നുണ്ട് ചിലർക്ക്.
സ്വർഗത്തിൽ ഇരുന്ന് ഉറങ്ങാൻ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാനാ. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്നപ്പോ ഉറക്കമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പലർക്കും. സ്വർഗത്തിൽ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. അള്ളാഹു മനുഷ്യന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ക്ഷീണമൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. കാരണം കഷ്ടപ്പാടല്ലേ, അതുകൊണ്ടല്ലേ ഉറങ്ങുന്നത്. ഉറങ്ങുന്നവരെ ഖുർആൻ ഓതി പോലും ശല്യം ചെയ്യാൻ പാടില്ല. അയാൾ പറയണം വേണ്ടിയെന്നപ്പോ തീരുമാനിക്കും. ഉറങ്ങുന്ന ആളെ ഖുർആൻ ഓതി ശല്യപ്പെടുത്താൻ പാടുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണത്, വെടികൊണ്ട് തോരണ്ടോ അങ്ങനെ? പിന്നെ വയൽ പറയാൻ പാടുണ്ടോ? ഉറങ്ങുന്നവൻ അവനെ ശല്യം ചെയ്യല്ല, ഉറങ്ങിക്കോട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ അടയാളം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആർക്കെങ്കിലും ആത്മാർത്ഥമായി സ്നേഹമുണ്ടോ? ആ സ്നേഹമുള്ളവനുള്ള ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുണ്ടാകും. നബി തങ്ങളുടെ സുന്നത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നബി തങ്ങളുടെ ജീവിതം മുറുകെ പിടിക്കുകയാണ്. നബി തങ്ങളുടെ സുന്നത്ത്, നബി തങ്ങളുടെ ജീവിതമാണ് അവിടുത്തെ സുന്നത്ത്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ. റബ്ബേ, അത് നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. നബി തങ്ങളെ പഠിപ്പിച്ചു തരാത്ത ഒന്നുമില്ലടോ, അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തരാത്ത ഒന്നുമില്ല. രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ്, മഹല്ല് പരിപാലിക്കേണ്ടത് എങ്ങനെയാണ്, വീട് ഭരിക്കേണ്ടത് എങ്ങനെയാണ്, സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, മോനെ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് കൈ കൊണ്ടാണ്, എങ്ങനെ ഇരുന്നാണ്, എവിടെ എവിടാണ്, നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ബാത്റൂമിനകത്ത് കയറുമ്പോ ഏത് കാല് വെച്ച് കയറണം, എന്ത് പറഞ്ഞുകൊണ്ട് കയറണം, പടച്ചവനെ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ശുദ്ധീകരിക്കണം, എന്ത് കൊണ്ടുപോകാൻ പാടില്ല, ഏത് കാല് വെച്ചിറങ്ങണം, എന്ത് പറഞ്ഞുകൊണ്ടിറങ്ങണം. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരാത്ത ഒന്നുമില്ല. നബി തങ്ങൾ സർവ്വതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നബി തങ്ങളുടെ ജീവിതമല്ലേ അവിടുത്തെ സുന്നത്ത്. പടച്ചവനെ, ഇന്ന് സുന്നത്തെന്ന് പറഞ്ഞാ പലർക്കും നിസാരമാ. ഉസ്താദേ, സുന്നത്തല്ലേ സുന്നത്തല്ലേ വളരെ നിസാരമായി കാണുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ വളരെ നിസാരമായി കാണുന്നവരാണ്. അതിന് വലിയ മഹത്വം നൽകാത്തവരുണ്ട്. ഉസ്താദേ, ചെയ്തില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ലല്ലോ എന്ന് നിസാരമായി പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ മഹത്വം നിനക്കറിയാനിട്ടാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. എന്റെ സുന്നത്തിനെ നിസാരമാക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. പടച്ചവനെ, തൊപ്പിയിടുന്നതും താടി വളർത്തുന്നതും വെള്ളവസ്ത്രം ധരിക്കുന്നതും ശരീരം മറച്ച് നടക്കുന്നതും ഇതെല്ലാം നബി തങ്ങളുടെ സുന്നത്താണ്. മുറുകെ പിടിക്കണം ചെറുപ്പക്കാരാ, അത് നിസാരമല്ലടാ, അത് നിസാരമല്ല പെങ്ങള്. നബി തങ്ങളുടെ സുന്നത്ത് നിസാരമല്ല ചെറുപ്പക്കാരാ. നിനക്കതിന്റെ പ്രതിഫലം അറിയാനിട്ടാ, നിനക്കതിന്റെ മഹത്വം അറിയാനിട്ടാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വഹാബ, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും സ്വഹാബ, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും സ്വഹാബ. ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ, എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, ഒരു ഷഹീദിന്റെ കൂലിയല്ല, 100 ഷഹീദ്
ഷഹീദിന്റെ കൂലി. എന്ത് ചെയ്താ? പള്ളി കെട്ടിക്കൊടുത്താലല്ല, നിസ്കരിച്ചാലല്ല, ഹജ്ജ് ചെയ്താലല്ല, പാവങ്ങളെ സഹായിച്ചാലല്ല, നോമ്പ് പിടിച്ചാലല്ല. എന്തിനാണ് 100 ഷഹീദിന്റെ കൂലി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമെത്തിയും ഭരിച്ച ശുഹദാക്കളുണ്ടല്ലോ. പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായ മഹാനായ സയ്യിദ് ശുഹദാഇ ഹംസ തന്റെ കയ്യും കാലും തലയും തലച്ചോറും തന്റെ കരട് വരെ അല്ലാഹുവിന്റെ ദീനിന് കൊടുത്ത ഹംസതങ്ങള്, സബദങ്ങള്, ഉമൈറതങ്ങള്, ഉബൈബതങ്ങള്, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശതങ്ങള്, പടച്ചവനെ, മഹാനായ ജൗഫർ തങ്ങൾ ഉൾപ്പെടെയുള്ള കോടാനാലതാ നൂറുകണക്കിന് ശുഹദാക്കളുണ്ടല്ലോ. ആ ശുഹദാക്കളുടെ പ്രതിഫലമാണ് ഒരു സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ മഹത്വമുള്ള നന്മയാണ് സുന്നത്ത്. അതുകൊണ്ട് നബി തങ്ങളെ ആരെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ആ സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളം അവൻ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് ആർക്കെങ്കിലും ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ, നബി തങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം നബി തങ്ങളുടെ സുന്നത്ത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള സുന്നത്ത് ഏതാ? ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഏത് സുന്നത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്നത്? സുന്നത്തൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. അത് വരും പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യമായിട്ട് നബി തങ്ങളുടെ ഏത് സുന്നത്താണ് ഞാനും നിങ്ങളും മുറുകെ പിടിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? സുഖമല്ലേ? എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ. ആ ചങ്ങാ സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ സ്വഹാബിയുടെ മറുപടി, അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് നബി, എനിക്ക് സുഖമാണ് നബി, അൽഹംദുലില്ലാഹ്. ആ മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്തു. രണ്ടാമതൊരാള് പള്ളിയിലേക്ക് കയറി വന്നു. ആ കയറി വന്ന ആളോടും നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള മറുപടിയാ പറഞ്ഞത്, സുഖമാണ് നബിയെ. അപ്പൊ നബി തങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എനിക്ക് എന്താ ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ഉണ്ട്, എനിക്കില്ലേ? അപ്പോഴാണ് മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? ഇനി പറ, സുഖമാണോ? ഇത്ര ശബ്ദമേ ഉള്ളൂ നിങ്ങൾക്ക്? അല്ലാഹുവേ, ഈ അൽഹംദുലില്ലാ എന്ന ശബ്ദത്തിൽ പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയം ഇതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ, സുഖമാണോ? എങ്ങനെ? അപ്പൊ നേരത്തെ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറയാ? നമ്മളെ നേരത്തെ ചോദിച്ചപ്പോ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയാറില്ല. ഇതാണ് നമ്മുടെ സുന്നത്ത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്, സുഖമല്ലേ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? മക്കളെങ്ങനെ? ഭാര്യയോ? ഈ അൽഹംദുലില്ലാഹ് മുറുകെ അങ്ങ് പിടിച്ചാൽ മതി, രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പഠിച്ചില്ലേ? നിങ്ങൾ എന്താ നിക്കണത്? ഇരിക്കേണ്ട കസേരയില്ല. 1 2 ഇതിനിടയിലൊക്കെ എത്ര കസേര ഒഴിഞ്ഞു കിടക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു. ഇതിനെ നിൽക്കേണ്ടത് ബക്കറ്റ് പിരിവ് കഴിഞ്ഞില്ലേ? ഇനി ഒന്നുമില്ല, കയറി ഇരുന്നു. ഇരുന്ന് കേൾക്ക്. ഞാനും കൂടെ ഇരുന്നോട്ടോ. ചങ്ങായി സ്റ്റാൻഡുണ്ടോ? എന്തിനാ വെറുതെ നിന്ന് കാലുകളയാണ്? ഞാൻ ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ. നിങ്ങൾക്ക് ബേജാറൊന്നും ഇല്ലല്ലോ? ശരി,
ഒരു ഫാത്തിഹ ഓദിക്കുക. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ആ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ആരാ പറഞ്ഞത് നിനക്ക് പ്രതിഫലമില്ലെന്ന്? ആ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവൻ അല്ലാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം? എന്താ? എത്ര മണിക്ക് നിർത്താന്ന് പറഞ്ഞേ? തമാശക്ക് പോലും കള്ളം പറയാൻ പാടില്ല. എത്രയ്ക്ക് നിർത്താന്ന് പറഞ്ഞ? 10:30 അല്ലേ? അൽഹംദുലില്ലാഹ്. ഉസ്താദന്മാര് നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. നമ്മൾ വിചാരിക്കും ഉസ്താദിന് ഓതാൻ അറിയാനിട്ടാണ്. അല്ല. ഉസ്താദന്മാര് നിസ്കരിക്കുന്ന സമയത്ത് ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, അത്യാവശ്യക്കാരുണ്ട്, യാത്രക്കാരുണ്ട്, കുട്ടികളുണ്ട്. ഉസ്താദ് വലിയ സൂറത്ത് ഓതി നിസ്കരിച്ച ഈ പുറകെ നിൽക്കണ ചങ്ങാതി വിചാരിക്കുക എന്താ ഇയാൾ ഹത്ത ഓതുവാണോ? ചിന്തിക്കൂലേ? അപ്പൊ നിസ്കരിക്കുന്നവരെ പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ വയല് കേൾക്കാൻ വന്നവരെ പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ഭയം അല്ലാഹു എടുത്തു കളയും. അവന്റെ ഹൃദയത്തിൽ നിന്ന് പേടി അല്ലാഹു എടുത്തു കളയും. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ സ്ഥാനം എന്തെന്നറിയുമോ? ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? അവൻ ഈ ലോകത്ത് ഒരാളെ അവന് പേടിയുള്ളൂ. ഈ ലോകത്ത് അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും അവന് ഭയപ്പെടൂല. ഒരു മഖ്ലൂക്കിനെയും അവന് പേടിയില്ല. ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു കൊടുക്കുകയാണ്. അവന്റെ ഈമാൻ ഉറക്കുകയാണ്. പടച്ചവനെ, ഔലിയാക്കന്മാരുടെ മക്ബറകളിൽ കടന്നു പോകുമല്ലോ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ആയത്താ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പടച്ചവനെ, അവർ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അങ്ങനെ അവർ ജീവിച്ചപ്പോൾ അവർക്ക് അല്ലാഹു കൊടുത്ത 3 പദവിയുണ്ട്. അതിലെ ഒന്നാമത്തെ പദവി ഭയം നഷ്ടപ്പെടുകയാണ്. ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ ലോകത്തൊന്നിനെയും ഭയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ അല്ലാഹു ഉറപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് നബി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ച സ്വഹാബിയാ. നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന സ്വഹാബിയാ. നബി ഇബ്നു ആമിർ എന്ന് പറയുന്ന സ്വഹാബി ഈജിപ്തിന്റെ കൊട്ടാരം, ഈജിപ്തിന്റെ ഭരണാധികാരി. പടച്ചവനെ, യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിക്കുകയാണ്. യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിളിച്ച് നബി ഇബ്നു ആമിർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു പോവുകയാണ്. അവിടെ ചെല്ലുമ്പോ എല്ലാ
രാജ്യത്ത് നിന്ന് നേതാക്കന്മാര് വന്നിട്ടുണ്ട്, വിരുന്നൊരുക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ആമിർ തങ്ങളുടെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ച് കൊടുത്തു. ആമിർ തങ്ങൾ കൈ കഴുകി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടപ്പോ പലർക്കും ഇഷ്ടപ്പെട്ടില്ലടോ, ആരും ഒന്നും മിണ്ടിയില്ല. ആമിർ തങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാ, ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാ. ആമിർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? പടച്ചവനെ, വലിയ ഒരു സദസ്സിലിരിക്കുകയാ, രാജ്യത്തിന്റെ നേതാക്കന്മാരാ, വിഐപികളാണ് ചുറ്റുഭാഗത്തും ഇരിക്കുന്നത്. ആമിർ എന്ന് പറയുന്ന സ്വഹാബി എന്ത് ചെയ്തെന്നറിയുമോ? താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ട് എടുക്കുകയാണ്. ഇടത് കൈ കൊണ്ടെടുത്തിട്ട് ആ ഭക്ഷണം വിത്രിയാക്കിയിട്ട് പാത്രത്തിനകത്തിട്ട് വാരി കഴിക്കുകയാ. പടച്ചറപ്പേ, ഇത് കണ്ടപ്പോ ഭരണാധികാരി പറയുന്നു, ആമിറേ, എച്ചില് വാരി തിന്നുന്നത്, വേസ്റ്റ് വാരി കഴിക്കുന്നത് എന്തിനാണ്? ദാരിദ്ര്യമൊക്കെ മുഹമ്മദിന്റെ നാട്ടിലാണ്, ഇവിടെ ദാരിദ്ര്യമൊന്നുമില്ല. എച്ചില് വാരി കഴിക്കാതെ നിന്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാമിറേ. അവിടെ നിന്ന് താഴെ കിടന്ന ഭക്ഷണം എടുത്ത് കഴിച്ചതിന്റെ പേരിൽ അവിടെ നിന്ന് കളിയാക്കുമ്പോ, നാണം കെടുത്തുമ്പോ, പരിഹസിക്കുമ്പോ ആമിർ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാ, എടാ പമ്പര വിട്ടികളെ, നിനക്കൊക്കെ വേണ്ടി എന്റെ മുത്തുനബിയുടെ സുന്നത്ത് കളയാനോ? എന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്താണ് താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്, അതിന് വിധങ്ങളുടെ സുന്നത്താ. നീയൊക്കെ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നും ഒന്നുമില്ലടാ, എനിക്കെന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് വലുതാ. ചങ്കൂറ്റത്തോടെ ഭരണാധികാരികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? അത് അല്ലാഹു കൊടുത്തതാ, അത് അല്ലാഹു കൊടുത്തതാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, സുന്നത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവേ ഭയം നഷ്ടപ്പെടുകയാണ്. അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ, അല്ലാഹനെ മാത്രമേ പേടിയുള്ളൂ. പക്ഷേ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ നോക്കടോ, ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്താ? അവൻ അല്ലാഹനെ പേടിയില്ല. ഇന്ന് ഭരണാധികാരികളെ പേടിയാ, മനുഷ്യന്മാരെ വല്ലാത്ത പേടിയാ. അല്ലാഹനെ നമുക്ക് പേടിയില്ലല്ലോ. നമുക്കിന്ന് നിലയില്ല, വിലയില്ല, അഭിമാനമില്ല. വരുന്നവനും പോകുന്നവനും നമ്മളെ ഇട്ട് തട്ടിയിട്ട് പോവുകയാ. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ. ആർക്കും വേണ്ടാത്തവരായി നീ സമുദായം അതപ്പതിച്ചു പോയല്ലോ. എന്തുകൊണ്ടാ സഹോദരാ? നമുക്ക് അല്ലാഹനെ പേടിയില്ലടോ. നമ്മൾ താടിയും തഴമ്പുള്ളവൻ പറയുന്നത് ഉസ്താദേ, NRC നടപ്പാക്കിയാ നമ്മൾ എന്ത് ചെയ്യും ഉസ്താദേ? പൗരത്വ ബില്ല് പാസ്സാക്കിയാൽ പടച്ചവനെ ഏക സിവിൽ കോഡ് വന്നാ നമ്മൾ എവിടെ പോകും ഉസ്താദേ? സങ്കടപ്പെടുന്നവരുണ്ട്, ആവലാതിപ്പെടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ, ഓരോ സംസ്ഥാനങ്ങളും അവര് പിടിച്ചടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അവലാതിപ്പെടുന്ന, സങ്കടപ്പെടുന്ന മുസ്ലിമേ, നിന്നെ കാണുമ്പോ വല്ലാത്ത സങ്കടമാ. ഇന്ന് നമുക്ക് പേടി എന്താ? അല്ലാഹനെ ഒന്നും ആർക്കും പേടിയില്ല. ഏക സിവിൽ കോഡ് വരുമെന്ന് കേട്ട ഭയം, NRC നടപ്പാക്കുമെന്ന് കേൾക്കുമ്പോ പേടി. ചങ്ങാതി നടപ്പാക്കേണ്ടത് നടപ്പാക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.